ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഇന്നും ഒരു റീഡിങ്ങേ ഉള്ളൂ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നലെ ഗൈഡൻസും റിലേഷൻഷിപ്പും കൂടിയിട്ടാണ് നമ്മൾ നോക്കിയത്. ഇന്ന് ജസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ എടുക്കാം. ഈ ഒരു വീക്ക് എനിക്ക് ലേശം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. നോക്കാം, കുറച്ച് തിരക്കുകൾ വന്നുപെട്ടിട്ടാണ് 2 റീഡിങ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്നത്, നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് കെയറും സ്നേഹവും ഒക്കെ നിങ്ങൾക്കുണ്ട്, അതുപോലെ അവർക്കും ആത്മാർത്ഥമായ സ്നേഹമാണോ നിങ്ങളോട്, ജെന്യുവൻ ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളോടും അതേപോലെ എന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ആ രീതിക്ക് നമുക്ക് എടുക്കാം. അവർ മുന്നോട്ട് എന്ത് ചെയ്യും എന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു ഫ്യൂച്ചർ എന്ന രീതിയിൽ കുറച്ച് ഗൈഡൻസ് എടുക്കാം. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹം, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അവർക്കും ഉണ്ടോ? ഓക്കെ, 3 of Swords, Four of Wands, Queen of Cups, 3 of Pentacles, Nine of Cups, the Lover, and 7 of Wands, 3 of Wands. Okay, 2 കാർഡാണ്, Knight of Pentacles and 6 of Wands. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്. ഓൾറെഡി തേർഡ് പാർട്ടി എനർജി വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു ഇവിടെ. 8 of Wands, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓൾറെഡി തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു വന്ന് ഫസ്റ്റ് കാർഡിൽ തന്നെ. ആൻഡ് ഫസ്റ്റ് കാർഡ് മാത്രമല്ല, നമ്പർ 3 റിപ്പീറ്റ് ഇവിടെ ഒരുപാട് ആയിട്ടുണ്ട്. സോ തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആണ്. ആൻഡ് നെഗറ്റീവ് കാർഡ്സ് ആണ്. സോ ക്വീൻ ഓഫ് സോഡ്സും ഇവിടെ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ലൈക്ക് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒരു പേഴ്സൺ ഉണ്ട് എന്ന് പറയാം. അത് ഫാമിലി ആവാം, ചിലവർക്ക് ഫാമിലി ആയിരിക്കാം, ചിലവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സോ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സം എന്ന രീതിയിൽ നമുക്ക് പറയാം. തേർഡ് പാർട്ടി എനർജി പക്ഷേ സ്ട്രോങ് ആണ്. സോ ഒരു പേഴ്സൺ എന്ന രീതിക്കും പറയാം. ലവേഴ്സ് ഉണ്ട്. സോ നോക്കാം. ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യം തന്നെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് ത്രൂ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടും. ആക്ച്വലി 2 ഭാഗത്തുനിന്നും ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഹാർട്ട് ബ്രേക്ക് എന്ന് പറയാം. 4 of Wands. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു മാരേജ് ആണ് ആഗ്രഹിക്കുന്നത്. 4 of Wands ആണ്. ചിലവർക്ക് നിങ്ങളുമായിട്ട് മാരേജ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം, ചിലവർക്ക് അവർ ഓൾറെഡി മാരീഡ് ആണ് എന്ന് പറയാം. ക്വീൻ ഓഫ് സോഡ്സ് എനർജി കൂടി വന്നതുകൊണ്ട് വളരെ മാച്ചിങ് ആണ്. സോ ഒരു മാരീഡ് പേഴ്സൺ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാവാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി എനർജി ഞാൻ പറഞ്ഞതും ആൻഡ് ഇവിടെ ഹാർട്ട് ബ്രേക്കും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് എനർജിയിലുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് എന്ന് പറയാം. ഐ തിങ്ക് ഞാൻ എടുക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നുണ്ടോ, മീൻസ് നമ്മുടെ എനർജിയുടെ ഒരു ഇതായിരിക്കാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ വളരെയധികം കെയർ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ട്. അത്രയും ആ ഒരു ലവിങ് എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. 3 of Pentacles അഗെയിൻ തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 9 of Cups ആണ്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ വേണം എന്ന് അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്കും ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർക്ക് നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് വേണം, ഫ്യൂച്ചർ വേണം. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ആഗ്രഹം അവർക്കുണ്ട്, നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. മേ ബി നിങ്ങളുമായിട്ട് മാരേജ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ലവർ കാർഡ് ഉണ്ട്. സോ ലവർ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ കാര്യം പറയാം. ഓക്കെ, അഗെയിൻ ഇതാണ് ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറഞ്ഞത്. മേ ബി അപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ട്, ഓൾറെഡി അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ അവർ ലൈഫിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. ലവർ എനർജിയിലായിരിക്കാം.
വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ ഇപ്പോൾ ഇടയിൽ തേർഡ് പാർട്ടി ആയിട്ട് കയറി വന്നിട്ടുണ്ടാവാം. ആൻഡ് ഇവിടെ 7 ഓഫ് wands ആണ്. സോ അവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡിഫെൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, മേ ബി ഇങ്ങനെ വല്ല അവരുടെ ലൈഫിൽ ഇങ്ങനെ വല്ല റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് മേ ബി അവർക്ക് ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുണ്ടാവാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫാമിലി എതിർത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം. അവർ ലേശം ഡിഫെൻസീവും ആണ്. ഓക്കെ, അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം മറക്കുന്നുണ്ടാവാം. ഒരു വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് മറക്കുന്നുണ്ടാവാം. അപ്പോൾ അവർ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒക്കെ അവരൊരു ഡിഫെൻസീവ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് 3 ഓഫ് wands അഗെയിൻ 3 ഓഫ് wands ആണ്. ഇത് നമ്മൾ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ് എന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താണ് മുന്നോട്ട് വേണ്ടത് എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അഗെയിൻ ഇവിടെയും തേർഡ് പാർട്ടി എനർജി ആണ്. സോ 3 വീണ്ടും 3 വന്നിരിക്കുന്നത്. 1 2 3 ആൻഡ് 3ന്റെ എനർജി. സോ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി എനർജി ആണ്. ആൻഡ് അതൊരു വേറെ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ അങ്ങനെയാവാം. നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കയറി വന്നിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു മീൻസ് മാരീഡ് അവർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ എന്തായാലും വേറെ തേർഡ് പാർട്ടി എന്ന സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് അവർക്ക് നിങ്ങൾക്ക് ഓഫർ തരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ടൊരു റിലേഷൻഷിപ്പ് വേണം, സ്റ്റേബിളായിട്ട് വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇടയിൽ ഈ ഒരു തേർഡ് പാർട്ടി കയറി വന്ന് ഐ തിങ്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിലും അല്ലാത്തായാലും അവർക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളെ വേണം എന്ന ആഗ്രഹമുണ്ട് ലൈഫിൽ. പക്ഷേ ഐ തിങ്ക് അത് സാധിക്കുന്ന ഒരു ഇതല്ല ഇപ്പോൾ കാണുന്ന 6 ഓഫ് wands. അവർക്ക് നിങ്ങളുമായിട്ട് മേ ബി നിങ്ങൾ വിക്ടറി വേണം എന്നാണ്. എന്ന് വെച്ചാൽ വിക്ടറി, സക്സസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മാരേജ് എന്നൊക്കെ പറയാം. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് മാരേജ് ഫ്യൂച്ചർ നിങ്ങളുമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അവർ. 6 ഓഫ് wands ഉണ്ട്. ഈ സിറ്റുവേഷനിൽ അവർക്കൊരു വിൻ ആഗ്രഹമുണ്ട്. വിൻ എന്ന് പറയുമ്പോൾ ഈ സിറ്റുവേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അവർക്കൊരു സക്സസ് വേണം, ഇതിൽ നിങ്ങളുമായിട്ടൊരു നല്ലൊരു ഫ്യൂച്ചർ വേണം എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇടയിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി കയറി വന്നിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ ഫീലിങ്സ് വൈസ് നോക്കുമ്പോൾ ആക്ച്വലി ഇവിടെ 8 ഓഫ് wands ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ ഉണ്ട്. 8 ഓഫ് wands കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ എടുത്തളയാം. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് ഫീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ. 8 ഓഫ് സോർഡ്സ് വീണ്ടും അവർ സ്റ്റക്ക് എനർജിയാണ്. അവർ ടെമ്പറൻസ്, ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദ ഹൈ പ്രീസ്റ്റസ്, തേർഡ് പാർട്ടി അഗെയിൻ തേർഡ് പാർട്ടി. ഹൈറോഫന്റ്. ഓക്കെ, 3 ഓഫ് കപ്സ്. ഓക്കെ, അവരെവിടെയോ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്കാണ് അവർ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും അതിന് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടാണ് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത്. ഓക്കെ, അവർ റിലേഷൻഷിപ്പ് അവർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്നവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആക്കണം. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് 8 ഓഫ് സോർഡ്സ് ആണ്. അവർ സ്റ്റക്കായിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഐ തിങ്ക് അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അതിൽ സ്റ്റക്കായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. വേറെ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിലും അവർ പെട്ടുപോയി എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. അതിനെ ബാലൻസ് ചെയ്ത് അവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഇവിടെ ബ്ലാക്ക് മാജിക് എനർജി വരെ ആവാം. അല്ലെങ്കിൽ സെക്ഷൽ, അവർ മീൻസ് സെക്ഷലി നിങ്ങളുടെ പേഴ്സണെ പെടുത്തി വെച്ചിട്ടുണ്ടാവാം. ഒരു മീൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ടാവാം. അവരെ മീൻസ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആവാം, പൈസയുടെ വേണ്ടി ബ്ലാക്ക് മെയിൽ ആവാം, എന്തും ആവാം. ഓക്കെ, അങ്ങനത്തെ ചില നെഗറ്റീവ് എനർജീസ് ഒരുപാടുണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട പോലെയാണ് തോന്നുന്നത്. അതെന്ത് തന്നെയായാലും അവർ ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി എന്ത് തന്നെയായാലും. ഓക്കെ, ഇവിടെ പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു മാരേജ്, 3 ഓഫ് കപ്പ് സെലിബ്രേഷൻ എന്നാണ്. പക്ഷെ അവരിപ്പോൾ സ്റ്റക്കാണ്. ഓക്കെ, ആ സ്റ്റക്കിൽ നിന്ന് പുറത്ത് വന്ന് അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് നിങ്ങൾക്കൊരു ഓഫറാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് wands ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ പുറത്ത് വന്നിട്ട് അവർ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് wands ഒക്കെ വളരെ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ്സ് ആണ്. പക്ഷേ യെസ്, ഇവിടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെയോ അവർ ആ ഒരു ഇടയിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ വല്ലാതെ സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇത് ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട ശേഷം കയറി വന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമേ ഉള്ള എക്സിസ്റ്റിംഗ് ആൾക്കാരായിരിക്കാം വേറെ തേർഡ് പാർട്ടി. എന്ത് തന്നെയായാലും അവർക്കും വിഷമമുണ്ട് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമ്മൾ അവർക്ക് വിഷമമുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ എന്തെങ്കിലും ഇതുപോലെ ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് അതിന്റെ വിഷമം അവർക്കും ഉണ്ട്. ഓക്കെ, അവർക്കും അതിലും പുറത്തു വരാൻ ആഗ്രഹമുണ്ട്. ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി പുറത്തു വന്ന് നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു മാരേജ് ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്, സെലിബ്രേഷൻ ആണ് ആഗ്രഹിക്കുന്നത്, ആൻഡ് സക്സസ്, നിങ്ങളുമായിട്ടുള്ള ഒരു സക്സസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്നേഹമുണ്ട്, അവരുടെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട്, അത് മാറിപ്പോവും. ഓക്കെ, അവർ മാറ്റാൻ അവർ ശ്രമിക്കും എന്നും പറയാം. ഓക്കെ, ഏഞ്ചൽസ് എന്താ പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു ഗൈഡൻസ് ഒന്നും കൂടി നോക്കാം. ഏഞ്ചൽസ് എന്താ പറയുന്നത്? ഓക്കെ, നോ ഉണ്ട് ഇവിടെ. ലുക്ക് ഫോർ എ സൈൻ. The situation will improve. Okay, good. Abundance, fine. Compromise. Okay, and big happy changes. Okay. ഇംപ്രൂവിങ് ഹെൽത്തും ഉണ്ട്. ചിലവർക്ക് ഹെൽത്ത് വല്ലതൊക്കെ ഇഷ്യൂ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. 8 of Wandsന്റെ കാര്യം ഞാൻ പറഞ്ഞു, അവരുടെ കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ അവരും പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ള അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി അവർ തരുമായിരിക്കാം. ആൻഡ് ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ആവും എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ മെന്റലി ഫിസിക്കലി രണ്ടും, നമ്മൾ മെന്റലി ഇമോഷണലി നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ എന്താ പറയുക ആരോഗ്യത്തിനെയും ബാധിക്കും. ഓക്കെ, ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരുന്നത്. ഹാപ്പി ചേഞ്ചസ് വരും എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഇവിടെ നോ ആണ്, ഇപ്പോഴത്തേക്ക് നോ ആയിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന മനസ്സിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് നോ ആണ്. ഓക്കെ, കാരണം ഇവിടെ ചില കാര്യങ്ങൾ മാറാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്ന് ഒഴിഞ്ഞു പോകാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സയൻസ് കിട്ടും, ദാറ്റ് ഇത് ബെറ്റർ ആവും എന്നുള്ള സയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. യൂണിവേഴ്സ് ഏഞ്ചൽ സയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം, നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങളോട് പറയുന്നത് വെയിറ്റ് ചെയ്യൂ, സമാധാനത്തോടെ ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ റൈറ്റ് പാത്തിലാണ് എന്നുള്ള ചില സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ പറയുന്നത് നിങ്ങളോട് സിറ്റുവേഷൻ ബെറ്റർ ആവും, നിങ്ങൾ ഇപ്പോൾ ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ്. ആൻഡ് അബൻഡൻസ് വരും എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ അബൻഡൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കരിയർ ഗ്രോത്ത്, നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ആൻഡ് കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒന്ന് കോംപ്രമൈസിന് ശ്രമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നേരത്തെ ടെമ്പറൻസ് ബാലൻസിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിരുന്നു. അവർ ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരാൻ അവർ ശ്രമിക്കും. എങ്ങനെയെങ്കിലും അവർ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി അവർ ശ്രമിക്കും. നിങ്ങൾ തമ്മിൽ ഒരു സക്സസ് ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ പുറത്ത് വരണം. നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോണേ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗമായിട്ടും പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട. ഓക്കെ, അവരുടെ ആ ഒരു കാർമിക് ലെസൺ നടക്കുന്ന സമയമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് അത് നടക്കട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ട. തേർഡ് പാർട്ടി ഉണ്ട്, അവരുടെ കൂടെയാണ്, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അവർ പേഴ്സൺ അത് അവിടുന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ അവർ വീണ്ടും അവർ അതുകൂടി ഒരു പ്രഷർ ആവും അവർക്ക്. അവർ ഓൾറെഡി സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്തും അവർക്കൊരു പ്രഷർ ആണെങ്കിൽ അതെല്ലാം കൂടി അവർക്ക് താങ്ങാൻ പറ്റില്ല. ഓക്കെ, സോ വിട്ടുകൊടുത്തേക്കുക തൽക്കാലം. ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന് പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സിറ്റുവേഷനൊക്കെ ബെറ്റർ ആവട്ടെ എത്രയും വേഗം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.